ആ വെട്ടിയെടുത്ത ഫ്ലക്സ് ബോർഡിന്റെ മുകളിൽ മിസ്റ്റർ ആരിഫിന്റെ ഫോട്ടോ വയ്ക്കുക, അത് അന്വേഷണത്തിന് കലക്ടർ ഉത്തരവിടുമ്പോൾ പോലീസ് അന്വേഷണം എന്നുള്ള അവർ ആളുകളെ പറ്റിക്കുന്ന അന്വേഷണം. കാരണം ഇത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി. പക്ഷെ കലക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെന്റിൽ പ്രവർത്തിക്കുകയാണ് എന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ. അത് മാനസികമായിട്ടുള്ള ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിന്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അത് ഉണ്ടായതിനു ശേഷവും ആ ഫ്ലക്സ് ബോർഡുകൾ പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വാരി കൂട്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റി സ്ഥാനാർത്ഥിയുടെ ആളുകളോ വരുന്നതിന് മുൻപ് കൊണ്ടുപോവുക, ഇങ്ങനെ പ്രവണതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വ്യക്തിപരമായിട്ടും എന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾക്കിത് അത്രയും വലിയ കാര്യമല്ല. ഇത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതാരായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ജനഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സമയമാണ്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കഠിനമായിട്ടുള്ള വ്യതയും ഞങ്ങളുടെ ബലിദാനികളുടെ നഷ്ടപ്പെടലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറും ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം അത് കണക്ക് പുസ്തകത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആസ്തികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആസ്തികളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ആസ്തികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിന്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും. ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. 1995 എന്റെ വിവാഹം കഴിയുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് 2 ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് 4 യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ അമ്മ കൂടിയാണ് ഞാൻ. മാത്രവുമല്ല, ആ കുട്ടി 18 വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു. അയാൾ ജർമ്മനിയിലെ ഒരു അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചററായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് 2 ഭൂമികൾ വാങ്ങിത്തരാൻ സാധിച്ച ഒരു മകൻ എനിക്കുണ്ട്. രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ്. അയാളും പ്ലേസ്മെന്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ 2 കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്നെ പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൺ ഓറിയന്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റിന്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ 3 വർഷം എനിക്ക് സമയം തരണം, വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.